പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്നുയരുന്നത് വെറുമൊരു യുദ്ധത്തിന്റെ മാത്രം ഗന്ധമല്ല, മറിച്ച് ദശകങ്ങളായി പുകയുന്ന പകയുടെയും വാശിയുടെയും സ്ഫോടനം കൂടിയാണ്. ഇറാൻ യുദ്ധം ഇന്ന് 20ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ 12 അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ്. ഇറാനോട് ഉടൻ ആക്രമണം നിർത്താൻ ആവശ്യപ്പെട്ട ഈ രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാൽ ഇറാന് കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നൽകിക്കഴിഞ്ഞു. ഇതിലേറ്റവും ഞെട്ടിക്കുന്നത് സൗദി അറേബ്യയുടെ നിലപാടാണ്. തങ്ങളുടെ എണ്ണക്കണ്ണുകൾക്കും പരമാധികാരത്തിനും നേരെ ഇറാൻ കൈവച്ചാൽ സൈനിക നടപടി സ്വീകരിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ തുറന്നടിച്ചു. പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വൻ സ്ഫോടനത്തിലേക്കാണോ ഈ നീക്കങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്നാണ് ഇപ്പോഴുള്ള സംശയം. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പോലെയല്ല സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം. ഇതിനു പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മതപരവും രാഷ്ട്രീയവുമായ കാരണങ്ങളുണ്ട്. ഇസ്ലാമിക ലോകത്തെ നേതൃത്വത്തിനായുള്ള വടംവലിയാണ് ഇതിൽ പ്രധാനം. സുന്നി ഭൂരിപക്ഷമുള്ള സൗദി അറേബ്യയും ഷിയ ഭൂരിപക്ഷമുള്ള ഇറാനും തമ്മിലുള്ള ശത്രുത കേവലം അതിർത്തി തർക്കമല്ല, മറിച്ച് സ്വാധീന ശക്തിക്കായുള്ള പോരാട്ടം കൂടിയാണ്. 1979 ഇറാനിയൻ വിപ്ലവത്തിനു ശേഷമാണ് ഈ ബന്ധം കൂടുതൽ വഷളായത്. മേഖലയിലെ ഓരോ സംഘർഷത്തിലും ഈ രണ്ട് രാജ്യങ്ങളും രണ്ട് തട്ടിലാണ്. യമനിലെ ഹൂതികളെ ഇറാൻ സഹായിക്കുമ്പോൾ സൗദി അതിനെതിരെ പൊരുതുന്നു. സിറിയയിലും ലബനനിലും ഇവർ രണ്ടുപേരും വിരുദ്ധ പക്ഷത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരായ സൗദി അറേബ്യ ഇറാന്റെ സൈനിക വളർച്ചയെയും തങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്ക് നേരെയുള്ള ഭീഷണിയെയും അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരവസരം കിട്ടിയാൽ ഇറാനെ നിലംപരിശാക്കാൻ സൗദി മടിക്കില്ല എന്നത് ഒരു നഗ്ന സത്യമാണ്. വ്യാഴാഴ്ച അഥവാ മാർച്ച് 19 അസർബൈജാൻ, ബഹ്റൈൻ, ഈജിപ്ത്, ജോർദാൻ, കുവൈത്ത്, ലബനൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, തുർക്കി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ 12 രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ഒപ്പിട്ട സംയുക്ത പ്രസ്താവന പുറത്തുവന്നു. ഇസ്രയേലും യുഎസും നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നതിനെ ഇവർ വിമർശിച്ചു. കടുത്ത ഭാഷയിലാണ് വിമർശനമുണ്ടായിരുന്നത്. പാർപ്പിട മേഖലകൾ, എണ്ണ സൗകര്യങ്ങൾ, ഡീസലൈസേഷൻ പ്ലാന്റുകൾ, വിമാനത്താവളങ്ങൾ, നയതന്ത്ര കാര്യാലയങ്ങൾ എന്നിവയ്ക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുന്നതാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു. സൗദി സമ്മർദ്ദത്തിന് വഴങ്ങാൻ പോകുന്നില്ല എന്ന് പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ വ്യക്തമാക്കിയതോടെ നയതന്ത്ര ചർച്ചകൾക്ക് പകരം തോക്കുകൾ സംസാരിക്കുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിസ്ഫോടനാത്മകമായ ഇടപെടൽ. ഇറാനിലെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്നും താൻ അമേരിക്കയെ അകറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഇറാന് കടുത്ത അന്ത്യശാസനം നൽകിയിരിക്കുകയുമാണ് ട്രംപ്. ഖത്തർ എന്ന നിരപരാധിയായ രാജ്യത്തെ ഇറാൻ വീണ്ടും ആക്രമിച്ചാൽ ഇസ്രയേലിന്റെ സഹായമോ സമ്മതമോ ഇല്ലാതെ തന്നെ അമേരിക്ക ഒറ്റയ്ക്ക് സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡ് മുഴുവൻ തകർക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ശക്തി ഉപയോഗിച്ച് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ശേഖരത്തിനു മേലുള്ള മരണ വാറണ്ടായി കൂടി മാറുകയാണ്. ഖത്തറിന് ഈ ആക്രമണങ്ങളിൽ പങ്കില്ലെന്നും ഇസ്രയേലിന്റെ ആക്രമണത്തിന് പ്രതികാരമായി അയൽക്കാരെ അടിക്കുന്നത് ബുദ്ധിശൂന്യതയാണെന്നുമാണ് ട്രംപിന്റെ പക്ഷം. ഇറാൻ വിശ്വസിക്കുന്നത് തങ്ങളുടെ മണ്ണിൽ ബോംബിടാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും സൗകര്യം ഒരുക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെ ആക്രമിക്കുന്നത് വഴി അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാമെന്ന് ഇറാൻ കരുതുന്നു. എന്നാൽ സൗദി അറേബ്യയും മറ്റു 11 രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇറാൻ ആകെ ഒറ്റപ്പെടുകയാണ്. ലോകത്തെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്ന എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ കൈവച്ചാൽ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇറാന് നേരെ തിരിയും. സൗദി എന്ന ബിഗ് ബ്രദർ സൈനികമായി നീങ്ങിയാൽ അത് പശ്ചിമേഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധത്തിനായിരിക്കും വഴിമാറുക. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ഒരു അയൽവാസി മറ്റൊരു അയൽവാസിയെ തല്ലുമ്പോൾ ഇടയിൽ നിൽക്കുന്ന നിരപരാധികളെ കൂടി ആക്രമിക്കുന്നത് പോലെയാണ് ഇറാന്റെ നീക്കം. ഇതിനെ പ്രതിരോധിക്കാൻ സൗദി അറേബ്യയും അമേരിക്കയും കൈകോർക്കുമ്പോൾ ഇറാന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. പകയുടെയും രാഷ്ട്രീയത്തിന്റെയും ഈ കഥ ഇനിയും നീണ്ടുപോയേക്കാം. പക്ഷേ ഒന്നുറപ്പാണ്, ഇനിയൊരാക്രമണം ഖത്തറിന് നേരെയോ സൗദിക്ക് നേരെയോ ഉണ്ടായാൽ പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ ഇന്ന് നാം കാണുന്ന ആ സമാധാനം ഉണ്ടാവില്ല. യുദ്ധം വികസിക്കുകയല്ല, മറിച്ച് ഒരു മഹാദുരന്തത്തിലേക്ക് വഴിമാറുകയായിരിക്കാം ചെയ്യുക.